ഗവർണർക്കെതിരായ പ്രതിഷേധത്തിലെ പോലീസ് വീഴ്ച മനഃപൂർവ്വമല്ലെന്ന് റിപ്പോർട്ട്. ഗവർണർക്കെതിരായ SFI പ്രതിഷേധത്തിലെ പോലീസ് വീഴ്ച മനഃപൂർവ്വമല്ലെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ അപ്രതീക്ഷിതമായി കാറിന് മുന്നിലേക്ക് ചാടി വീണ് പ്രതിഷേധിക്കുകയായിരുന്നു. അതേസമയം കേസിൽ 7 SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗവർണർ പദവിയിലിരിക്കുന്ന ആൾ ബോധപൂർവം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്, ഒരു ഏറ്റുമുട്ടലിന് ഉള്ള പ്രകോപനം സൃഷ്ടിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഗവർണർ തന്നെ കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുക, തെരുവിലിറങ്ങി വെല്ലുവിളിക്കുന്ന ഒരു ഗവർണറെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വരും, നിങ്ങളൊന്ന് വാ കാണട്ടെ എന്ന മട്ടിൽ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് കാക്കാൻ കഴിയേണ്ടതാണ്, അന്തസ്സ് പാലിക്കാൻ കഴിയേണ്ടതാണ്. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ മിനിമം പ്രായത്തിന്റെ പക്വതയും മിതത്വമെങ്കിലും കാണിക്കാൻ കഴിയേണ്ടതാണ്. അദ്ദേഹത്തിന് ഇത്രയും പ്രായമുണ്ടല്ലോ. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഒന്ന്, സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? SFIക്കാർ അവർക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. SFIയുടെ അതിന്റെ വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ, ഗവർണർക്കെതിരെയുള്ള SFI പ്രതിഷേധത്തിൽ ഏറ്റവും കൂടുതൽ പഴികേട്ടത് പോലീസാണ്. കാരണം പോലീസ് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം അടക്കം ഒരുക്കിയിട്ടിരുന്ന രാജ്ഭവന്റെ ഭാഗത്ത് നിന്നടക്കം കുറ്റപ്പെടുത്തൽ ഉണ്ടായതാണ്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പോലീസ് വീഴ്ച മനഃപൂർവ്വമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പ്രതിഷേധം കണക്കിലെടുത്ത് അധിക സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കിയിരുന്നു. പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് പോലീസിനെ കാര്യമായി വിന്യസിക്കുകയും ചെയ്തു. പക്ഷേ പാളയം ഭാഗത്തെ കടകളിൽ ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ കാറിന് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി ചാടി വീണു. മാത്രമല്ല, ഈ ഗവർണറുടെ വാഹനത്തിൽ അടിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറിയത് ഇങ്ങനെയാണെന്നും കമ്മീഷണർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജ്ഭവനുമായി ചർച്ച ചെയ്ത ഭാവിയിൽ സുരക്ഷ കൂട്ടുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഒപ്പം ഈ റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശമില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടെ IPC 124 നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 7 SFI പ്രവർത്തകർക്കെതിരെ, അല്ലെങ്കിൽ 7 SFI പ്രവർത്തകർക്ക് അവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. SFI പ്രവർത്തകർ ഗവർണറെ ആക്രമിക്കുക തന്നെയാണ് ചെയ്തത്. ദൃശ്യങ്ങളും പോലീസ് തയ്യാറാക്കിയ മഹസറും ഇതിന് തെളിവാണ്. ഇത്രയും സുരക്ഷയിൽ ഗവർണറുടെ വാഹനം എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നത് പോലീസ് വ്യക്തമാക്കുന്നില്ലെന്നും കോടതി ഈ ജാമ്യ ഹർജിയിൽ വിധി പറയവേ നിരീക്ഷിച്ചു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട രാജ്ഭവന് റിപ്പോർട്ട് നൽകിയേക്കും എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ഷഫീദ്, ഈ SFIക്കാരുടെ പ്രതിഷേധം സ്വാഭാവിക പ്രതിഷേധം മാത്രമായിരുന്നു എന്ന പ്രോസിക്യൂഷൻ നിലപാടെടുത്തിരുന്നു കോടതിയിൽ. മാത്രമല്ല, ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് എന്തുകൊണ്ട് പോലീസിന് ഇത് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് ഗവർണർക്ക് പുറത്തിറങ്ങേണ്ടി വന്നു എന്നൊക്കെയുള്ള നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ കടുത്ത വിമർശനങ്ങൾ പോലീസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഈ റിപ്പോർട്ട് പോലീസിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണോ? ഗോപികൃഷ്ണൻ, ഒരു തരത്തിലും വീഴ്ചയില്ല എന്ന് പോലീസ് പറയുന്നില്ല എന്നല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മനഃപൂർവ്വമല്ല എന്നുള്ള ന്യായീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന നഗരമാണ്, വലിയ ഇന്റലിജൻസ് സംവിധാനം അടക്കം പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അവിടെ ഗവർണർക്കെതിരെ ഗവർണറുടെ പ്രോട്ടോകോൾ അടക്കം ലംഘിച്ചുകൊണ്ട് കോൺവേക്ക് മുൻപിലേക്ക് കോൺവേ തടസ്സപ്പെടുത്തുന്നു. ആ ഗവർണറുടെ വാഹനത്തിന് മുൻപിലേക്ക് തന്നെ ചാടി വീഴുന്നത്, സെക്കൻഡുകൾ അവിടെ തടസ്സപ്പെടുന്നു അടക്കമുള്ള കാര്യങ്ങൾ രാജ്ഭവൻ വിലയിരുത്തിയത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ്, പ്രോട്ടോകോൾ ലംഘനമാണ് എന്നുള്ള കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിസാരമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണർ തന്നെ ചീഫ് സെക്രട്ടറിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു IPC 124, പ്രത്യേകിച്ച് രാഷ്ട്രപതിയെയും സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയും തടയുക, അവരെ ആക്രമിക്കുക നടക്കമുള്ള കാര്യങ്ങൾക്ക് ചുമത്തുന്ന ഗൗരവമുള്ള വകുപ്പ് ചുമത്തുകയും ചെയ്ത. കഴിഞ്ഞ ദിവസം കോടതിയിൽ ജാമ്യ ഹർജിയിൽ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം ഈ IPC 124 അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമോ എന്ന് പ്രതിഭാഗവും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ IPC 124 നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഗവർണറുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് SFI പ്രവർത്തകർ ചെയ്തത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ആ സമരത്തിന്റെ, ആ പ്രതിഷേധത്തിന്റെ ആവശ്യമടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സെനറ്റിലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ജാമ്യ ഹർജിയിൽ വാദം നടക്കവേ കോടതി പരിഗണിച്ചു. അത്തരം ചില സൂചനകൾ കൂടി, അത്തരം ചില വാദങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. പക്ഷേ പ്രതിഭാഗത്തിന്റെ അടക്കം സകല വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അതിൽ കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം, അതൊരു പോലീസിലുള്ള വിമർശനമായി കൂടി നമുക്ക് കാണാം. ഇത്രയും സുരക്ഷയിൽ ഗവർണറുടെ വാഹനം എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള കാര്യം പോലീസ് കൃത്യമായി മറുപടിയെ നൽകുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഗോപികൃഷ്ണൻ.
ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.